ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ കാതേരി തഹക്കിതയെക്കുറിച്ചാണ് പറയുന്നത്. 1656 ന്യൂയോർക്കിലായിരുന്നു തഹക്കിത ജനിച്ചത്. അമേരിക്കയിലെ റോമൻ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ വിശുദ്ധിയായിരുന്നു തഹക്കിത. തഹക്കിത ജനിച്ച് 4 വയസ്സായപ്പോൾ തന്നെ അവളുടെ കുടുംബത്തിലും ഗ്രാമത്തിലും ഉള്ള എല്ലാവർക്കും സ്മോൾ പോക്സ് പിടിപെട്ടു. അങ്ങനെ അവൾക്ക് മാതാപിതാക്കന്മാരെ നഷ്ടമായി. അവളുടെ മുഖം മുഴുവൻ വിരൂപമാകുകയും കാഴ്ചശക്തി കുറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം അവർ ബന്ധുജനങ്ങളുടെ കൂട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. 17 വയസ്സായപ്പോൾ ബന്ധുക്കൾ അവളെ വിവാഹത്തിന് നിർബന്ധിച്ചു. വിവാഹ ജീവിതത്തിനോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന അവൾ അവിടെ നിന്നും ഓടി വേറൊരു സ്ഥലത്ത് പോയി ഒളിച്ചു താമസിച്ചു. തിരിച്ചു വന്നപ്പോൾ ബന്ധുക്കൾ അവരെ സഹായിക്കുകയും അടിക്കുകയും ചെയ്തു. ആ ഇടയ്ക്കാണ് ആ ഗ്രാമത്തിൽ ധ്യാനിപ്പിക്കാനായി ഒരു വൈദികൻ വരുന്നത്. ആ വൈദികനോട് അവൾ തൻ്റെ അനുഭവങ്ങളെല്ലാം വിവരിച്ചു. ആ വൈദികനോട് അവൾ പറഞ്ഞു, എനിക്ക് ക്രിസ്തുമതത്തിൽ ചേരാൻ ഇഷ്ടമാണെന്നും അങ്ങനെ ക്രിസ്തുമതം സ്വീകരിക്കാൻ അവൾ തയ്യാറായി. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ വൈദികൻ അവൾക്ക് ക്രിസ്തുമതം നൽകി. ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ ആൾക്കാർ അവളെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി. ആ വിവരം അവൾ വൈദികനെ അറിയിച്ചപ്പോൾ വൈദികൻ അവളെ മിഷണറിയായി പറഞ്ഞുവിട്ടു. മിഷണറിയായി സേവനം ചെയ്തിരുന്ന സ്ഥലത്ത് അവൾ മുള്ളുകൾ വിരിച്ച പായിലാണ് കിടന്നിരുന്നത്. അത് ഗ്രാമവാസികളുടെയും തൻ്റെ ബന്ധുജനങ്ങളുടെയും മാനസാന്തരത്തിനായി അവളത് കാഴ്ചവെച്ചിരുന്നു. കാതേരി പ്രകൃതിയുടെ മകളായിരുന്നു. കാതേരി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോഴാണ് കാതേരി തഹക്കിത എന്ന പേര് സ്വീകരിച്ചത്. സദാ സന്തോഷ പ്രകൃതിയുള്ളവളായിരുന്നു കാതേരി. കണ്ണിന് കാഴ്ചശക്തി കുറവായിരുന്നെങ്കിലും ജപമാല കെട്ടുന്നതിൽ അവൾ പ്രഗത്ഭയായിരുന്നു. കാതേരിയുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് നിൽക്കുന്നതായി കൂട്ടത്തിലുള്ളവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പത്തിലെ അനാരോഗ്യവും കഠിന തപസ്സും മൂലം കാതേരി 1680 ഏപ്രിൽ 17 മരണമടഞ്ഞു. കാതേരിയുടെ മരണശേഷം മാംസം ഭക്ഷിച്ചാൽ അലർജിയുള്ള ഒരു കുട്ടിയുടെ അസുഖം മാറുകയും അത് ബെനഡിക്ട് 16 മാർപ്പാപ്പ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ 2018 ഒക്ടോബർ 21 കാതേരിയും ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. നമുക്കും ഏതു പ്രതിസന്ധികളിലും ദൈവസ്നേഹം കൈവിടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് വിശുദ്ധ കാതേരി തഹക്കിതയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.